അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു വർഗീയവാദി, വിഘടനവാദി, തീവ്രവാദി പറയുന്നു എല്ലാവരും തീവ്രവാദികളാണെന്ന്. വെള്ളാപ്പള്ളി നടേശൻ എന്ന പ്രായമുള്ള ഒരു വ്യക്തി, അദ്ദേഹമൊക്കെ വേഗം തന്നെ അസ്തമിച്ചു പോയാൽ നമ്മുടെ കേരളം രക്ഷപ്പെടുമായിരുന്നു. ഏതായിരുന്നാലും റിപ്പോർട്ടർ ചാനൽ അതിനോടൊരുപാട് വിയോജിപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലെ ഒരു മാധ്യമപ്രവർത്തകൻ റയീസ് റഷീദ് ഒരു ചോദ്യം അങ്ങ് ചോദിച്ചതോടുകൂടെ വെള്ളാപ്പള്ളിയുടെ ആഫീസ് പൂട്ടി. അയാൾ ചൂടാവുകയാണ്. എന്നിട്ട് പറയണത് MSFൻ്റെ പ്രവർത്തകനാണ്, തീവ്രവാദിയാണെന്നുള്ള തെളിവാണ്. MSFൻ്റെ പ്രവർത്തകനാണ്. MSFൻ്റെ പ്രവർത്തകരൊക്കെ തീവ്രവാദികളാണെന്ന് പറയുന്ന ഒരുത്തൻ സത്യത്തിലൊരു കള്ളന് കട്ടുപോയിട്ട് എവിടെയെങ്കിലൊക്കെ കിടന്ന് ഇറങ്ങുകയാണെങ്കിൽ അയാൾ മറ്റുള്ളവരെ കാണുന്നവരൊക്കെ പറയും കള്ളനാണെന്ന്. സത്യത്തിൽ ഈ തീവ്രവാദി അദ്ദേഹം ഈ സമുദായത്തിന് വെള്ളാപ്പള്ളി നടേശൻ എന്ന ഈ തീവ്ര വർഗീയവാദി നമ്മുടെ നാട്ടിന് ശാപമാണ്. ശാപങ്ങളൊക്കെ വേഗം അസ്തമിച്ച് പോയാൽ നമ്മുടെ നാട് രക്ഷപ്പെടും. മുമ്പ് ഒരു പൂഞ്ഞാറിലെ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു, അതിപ്പോൾ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇതും അസ്തമിക്കുകയാണ്. SNDPയുടെ ആളുകളോട് പ്രത്യേകം പറയാണ്, നിങ്ങൾ വിജയിക്കണമെങ്കിൽ, നിങ്ങൾക്ക് രക്ഷ കിട്ടണമെങ്കിൽ ഈ സാധനത്തിന് പിടിച്ച് തട്ടിയിടണം, അതിനവിടെ നിന്ന് പിടിച്ചിറക്കണം. എന്നിട്ട് അർഹരായ നല്ല ആളുകളെ പിടിച്ച് അതിൽ കയറ്റി വെക്കണം. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി മാറിയിട്ട് അദ്ദേഹത്തിനെതിരെ ഒന്നിച്ച് പടപൊരുതണം. കാരണം ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന, ഈ കേരളം എന്ന് പറയുന്ന ഈ സുന്ദര രാജ്യത്ത് ഇതുപോലുള്ള വർഗീയ വിഘടനവാദികളെ ഒന്നും വെച്ച് പൊറുപ്പിക്കരുത്. ഈഴവ സമുദായത്തിനോട് വല്ല സ്നേഹവും ജനങ്ങൾക്കുണ്ടാകണമെങ്കിൽ ഇതുപോലുള്ള വർഗീയ വിഘടനവാദികളെ നാം എന്നേ കുഴിച്ചുമൂടണം. ഇതൊന്നും നമ്മുടെ കേരളത്തിന് ഒരിക്കലും ആരും അംഗീകരിക്കുന്നില്ല. ഇതൊന്നും അംഗീകരിക്കാൻ പറ്റിയതുമല്ല. ഇതിനു വേണ്ടി പിന്താങ്ങുന്ന പിണറായി വിജയൻ സാറ് എന്താണ് ഇതിൻ്റെ പിന്നിൽ നിങ്ങളെ ലക്ഷ്യമെന്ന് മനസ്സിലാകണില്ല. ഇവന് നല്ല ഒരുത്തനാണെന്നോ ഇവനെ കൂടായിട്ട് ഒന്നിച്ച് കാറിൽ യാത്ര ചെയ്യണതൊക്കെ കാണുമ്പോൾ ഈ വർഗീയവാദികൾക്കെതിരെ ശക്തമായി പോരാടുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു സംശയം തോന്നുകയാണ്. ഉള്ളിലെന്താ നിങ്ങളുടെ ഉള്ളിലെന്താ കിടക്കുന്നത്? ഏതായിരുന്നാലും ഇതുപോലുള്ള വർഗീയവാദികൾക്കെതിരെ ശക്തമായി കേരളത്തിലെ ജനങ്ങൾ, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നിച്ച് നീങ്ങണം, പടപൊരുതണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റയീസ് റഷീദ് എന്ന വ്യക്തി നല്ലൊരു ചോദ്യം അങ്ങോട്ട് കൊടുത്തപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇറങ്ങുകയാണ്. എന്നിട്ട് പറയാം, ഞാൻ വയസ്സായില്ലേ, വയസ്സായാലും പാത്തിരിക്കണം, അല്ലെങ്കിൽ ഈ വയസ്സുകാലത്ത് ഒരുപാട് ആളുകൾ വെറുപ്പ് സമ്പാദിച്ച്, കേരളത്തിലെ ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചിട്ട് ജീവൻ പോകുന്നതിനേക്കാൾ നല്ലത് മര്യാദക്ക് നല്ല നിലയിൽ ജീവിക്കാൻ നോക്ക്, അതാണ് നല്ലത്. കുറേയൊക്കെ പൂഞ്ഞാറിലെ തോമസിന് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, തിരിഞ്ഞ് കളിച്ചാൽ ശരിയാവില്ല. അതുപോലെ തന്നെയാണ് വെള്ളാപ്പള്ളിയോടും പറയാനുള്ളത്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഇവിടെ തോളോട് തോളൊരുമിച്ച് ജീവിക്കുകയാണ്, സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ദയവ് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ വിള്ളലുണ്ടാക്കാൻ ആരുടെയെങ്കിലും അച്ചാരം മേടിച്ചിട്ട് രംഗത്തിറങ്ങരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന ഈ മഹത്തായ ദൗത്യം, ആ ദൗത്യമൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് നല്ലതാണ്. നല്ല നല്ല ആളുകളുടെയൊക്കെ പിൻഗാമികളായി SNDP മുന്നോട്ട് പോകുമ്പോൾ അവരൊക്കെ നശിപ്പിക്കുന്ന, അവരൊക്കെ ഒരു നിലയിലും യോജിക്കാൻ കഴിയാത്ത ഇതുപോലുള്ള വർഗീയ വിഘടനവാദികളെ ഇരുത്തേണ്ടിടത്ത് ഇരുത്താൻ കേരളം തയ്യാറായാൽ, കേരളത്തിലെ ജനങ്ങൾ തയ്യാറായാൽ, ഇവിടെ എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുകയാണ്, സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. കേരളത്തിലെ ഭൂരിപക്ഷം 99% RSS, BJP, അതുപോലെ തന്നെ ഇവരെ പോലെയുള്ള വർഗീയവാദികളാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ദയവ് ചെയ്തിട്ട് ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും നിസ്കാരപ്പള്ളിയിലെ മുസ്ലിം പള്ളിയിലെ ബാങ്കുലിയും
ക്രൈസ്തവ ദേവാലയത്തിലെ മണിയടിയും ഹിന്ദു ദേവാലയത്തിലെ ശംഖനാദവും ഒന്നിച്ച് കേട്ട് ആസ്വദിക്കുന്ന മാതൃകാ സ്ഥാനമാണിത്. നല്ലൊരു രാജ്യമാണിത്. ചെമ്പരത്തിപ്പൂവും മുല്ലപ്പൂവും ജാസ്മിൻ പൂവും എല്ലാ പൂവുകളും ഒന്നിച്ച് നിൽക്കുന്നൊരു പൂന്തോട്ടമാണിത്. ഒരു പൂ മാത്രമേ ഇവിടെ പാടുള്ളൂ എന്ന് പറയുന്നത് സൗന്ദര്യം ആസ്വദിക്കാത്ത ഹൃദയശുദ്ധിയില്ലാത്ത വിഭാഗങ്ങൾ മാത്രമാണ്. എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിസ്കാരത്തായമ്പുള്ള മുസൽമാനും ചന്ദനക്കുറിയിട്ട ഹിന്ദുവും കുരിശുമാലയണിഞ്ഞ ക്രൈസ്തവനും ഒന്നിച്ച് അണിചേർന്ന് സൗഹാർദ്ദ പ്രകടനം നടത്തുന്ന ഒരു ഇന്ത്യ രാജ്യം, ഒരു കേരളം. അതാണ് എല്ലാവരുടെയും ആവശ്യം, സമാധാനത്തോടെ ജീവിക്കാൻ. ഇതുപോലുള്ള മുതുക്കിളവന്മാർ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞ് നമ്മുടെ നാട് സംരക്ഷിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.